കണ്ണൂരാണ് ഗോവിന്ദൻ മാഷ് ഇന്ന് പ്രതികരിച്ചത്. അർജുൻ കല്യാട്, ഗുഡ് മോർണിംഗ് അർജുൻ കല്യാട്. വൺസ് അഗെയിൻ ഗോവിന്ദൻ മാഷ് ഇന്നിപ്പോൾ പറഞ്ഞത് ഇതൊരു നുണപ്രചരണമാണെന്നുള്ളതാണ്. വി ഡി സതീശൻ നടത്തുന്ന ഒരു നുണപ്രചരണത്തിൽ ഒന്ന് മാത്രമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണ്. എങ്ങനെയാണ് ഈ ഡീൽ ആരോപണത്തെ CPM നേരിടാൻ പോകുന്നത്? അർജുൻ കല്യാട്. ഡോക്ടർ ഇങ്ങനെ ഒരു ഡീൽ ആരോപണം ഉന്നയിച്ചിട്ടുള്ള പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ കടന്നാക്രമിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. M.V. ഗോവിന്ദൻ പറയുന്നത് ശുദ്ധ അസംബന്ധമായിട്ടുള്ള പ്രചരണമാണ്, കളവാണ്, നുണയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറയുന്നത്. രാവിലെ മുതൽ രാത്രി വരെ അല്ലെങ്കിൽ നുണ പറഞ്ഞ് നൊബേൽ സമ്മാനം നേടാൻ വരെ പരിശ്രമിക്കുന്ന ഒരു നേതാവായി, രാഷ്ട്രീയക്കാരനായി വി.ഡി. സതീശൻ മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്തരമൊരു ആരോപണം പാലക്കാട് ഉയർത്തുന്നത് എന്നുള്ളതാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ പ്രതികരിക്കുന്നത്. എന്തായാലും ഈ ഒരു ആരോപണത്തെ ശക്തിയുക്തം എതിർക്കുക എന്നുള്ളത് തന്നെയാണ് CPIM-ന്റെ ഒരു ലൈൻ. സ്വാഭാവികമായും CPM-ന് നേരത്തെ തന്നെ ഇത്തരം ആരോപണങ്ങൾ, CJP തുടങ്ങിയിട്ടുള്ള ചില പ്രതികരണങ്ങളൊക്കെ ചില നേതാക്കളുടെയൊക്കെ ഭാഗത്ത് നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഉൾപ്പെടെ ഉയർന്നു വന്നതാണ്. അന്നൊക്കെ ആ തരത്തിൽ തന്നെ, അതായത് ഈ ആരോപണം ഉന്നയിക്കുന്നവരെ കടന്നാക്രമിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിന് ഒരു അടിസ്ഥാനവുമില്ലാത്ത, വസ്തുതയ്ക്ക് നിരക്കാത്ത ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് അല്ലെങ്കിൽ UDF പ്രചരിപ്പിക്കുന്നത് എന്നുള്ള കാര്യം ഒരു പ്രതിരോധമായി സൃഷ്ടിച്ചുകൊണ്ടാണ് ആ തീരുമാനങ്ങളെയെല്ലാം അല്ലെങ്കിൽ അത്തരം പ്രചരണങ്ങളെല്ലാം തന്നെ എതിർത്ത് തോൽപ്പിച്ചത്. അത്തരത്തിൽ തന്നെ ഇപ്പോൾ പാലക്കാട് ഉയർന്നിരിക്കുന്ന ഈ ഡീൽ ആരോപണത്തെയും എതിർത്ത് തോൽപ്പിക്കാൻ തന്നെയാണ് ഇപ്പോൾ CPIM നിശ്ചയിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിനെ അതിശക്തമായ ഭാഷയിൽ തന്നെയാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി കടന്നാക്രമിച്ചിരിക്കുന്നത്, തുറന്നടിച്ചിരിക്കുന്നത്. നുണയൻ അല്ലെങ്കിൽ നുണ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവായി വി.ഡി. സതീശൻ മാറി എന്നുള്ള പ്രതികരണമാണ് ഇപ്പോൾ M.V. ഗോവിന്ദന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഡോക്ടർ, താങ്ക് യു. അർജുൻ കല്യാടും ഇക്ബാൽ അറക്കലുമാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ഡീൽ ആരോപണം ശക്തമാവുകയാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ്. ഇനി 18 ദിവസം മാത്രമേ ഉള്ളൂ. നിർണായകമായ നീക്കങ്ങൾ നടക്കുന്നു. പുനലൂരിൽ വിമതനെ അനുനയിപ്പിക്കാനുള്ള നീക്കം നടക്കുകയാണ്. ഒരു ഭാഗത്ത്, മറുഭാഗത്ത് CPM-നെ സംബന്ധിച്ചിടത്തോളം പാർട്ടി വിട്ടുപോയവർ സൃഷ്ടിക്കുന്ന തലവേദനയും ചെറുതല്ല. എല്ലാം കൂടി എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക എന്നത് നമുക്ക് നോക്കാം.